ഹലോ, വെൽക്കം. ആദ്യം നമ്മൾ പാനൽ തുറക്കുമ്പോൾ അങ്ങനെ യൂസർ ഐ ഡി, പാസ്വേഡ്, ഒരു കോഡ് നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടാനുള്ളത്. നമ്മളത് ഇട്ട് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഡ് അടിക്കാനായിട്ട് വരും. ഈ കോഡ് നമ്മളുടെ ആരുടെയെങ്കിലും ഓതറൈസ്ഡ് മൊബൈൽ നമ്പറിലേക്കാണ് വരിക. അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ പാനൽ തുറന്നു വരും. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ മാസ്റ്റർ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസ് കൊടുക്കുന്നതാണ്. അതിൽ നമുക്ക് ടെക്സ്റ്റ് ആയിട്ടിടാം, ലിങ്ക് ആയിട്ടിടാം, ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇത്ര 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അവിടെ ഹെഡിങ് ആണ് ഇവിടെ എഴുതേണ്ടത്. അവിടെ ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ലിങ്ക്, ഇപ്പോൾ ഏതെങ്കിലും വീഡിയോസ് കാണാനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക PDF അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചെയ്യാം. ഇത് എഫക്റ്റ് ആവുന്നത് നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അവിടെ ഈ ഹെഡ് കണ്ടോ, ഹെഡ് ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഈ ഭാഗത്താണ് ഈ 3 എഫക്റ്റ് ആവുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് എന്നാണ്. ഈ 3 ബ്രേക്കിംഗ് ന്യൂസും വരുന്ന സംഭവമാണ് ഈ ന്യൂസിൽ ഈ ഒരു വശത്ത്. നമ്മൾ അവിടെ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതിവിടെ നമുക്ക് ആഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ അടിയിൽ ഡിലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കുള്ള ഒരു ഏരിയയാണ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നമ്മളിവിടെ ഇവൻറ്റിൻ്റെ പേര് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ചെറിയൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സ്പോട്ട് എന്ന് എഴുതി. ഇനി അവിടെ ഇവിടെ നമുക്ക് ഏതാണ് ഇവൻറ്റ്, ഇപ്പോൾ സ്പോർട്സ് ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ എന്നാണ് ഇവൻറ്റ്, അത് ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ ഡേറ്റ് നമ്മൾ കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ട് കൊടുക്കുക, പിന്നെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് താഴെ വരും. ഇത് ആക്ച്വലി നമ്മൾ കാണുന്നത് ഈ സ്ഥലത്താണ്. നമ്മൾ നേരത്തെ ന്യൂസ് എന്നെടുത്തതിൻ്റെ ഇപ്പുറത്ത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതായി വരില്ല. ഇത് ജസ്റ്റ് ഏതൊക്കെയാണ് പ്രോഗ്രാംസ് അടുത്ത് വരുന്നൊരു അപ്കമിങ് ഇവൻറ്റ്സിൻ്റെ ഒരു ഏരിയയാണ്. മനസ്സിലായല്ലോ? ഇവിടെയാണത് ആഡ് ചെയ്യേണ്ടത്. ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ വേറൊരു ഇവൻറ്റ് കൂടി നമുക്ക് നോക്കാം. ആനുവൽ ഡേ എന്നാണ് അത് നടക്കുന്നത് എന്നുള്ളൊരു ഡേറ്റ് നമുക്ക് കൊടുക്കാം. ഇവൻ്റ് ആഡ് ചെയ്യാൻ ഏകദേശം മനസ്സിലായല്ലോ. ഇവൻ്റ് നമ്മൾ അവിടെ ഒരെണ്ണൂടെ ആഡ് ചെയ്തപ്പോൾ അതിവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു. ഇവൻ്റ് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ താഴെയായിട്ട് വരും. പിന്നെ അത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പൊക്കോളും. അതാണ് ഇവൻ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രവൃത്തി. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, മാഗസിൻ അല്ലെങ്കിൽ ന്യൂസ് ലെറ്ററൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ്. അത് നമ്മൾ അടുത്തത് ഇവൻറ്റ്സ് കഴിഞ്ഞാലുള്ള ബട്ടണാണ്. അത് കഴിഞ്ഞ് നമുക്കവിടെ PDF ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒരു മാഗസിൻ്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ഇയർ കൊടുക്കുക, അല്ലെങ്കിൽ മന്ത് കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് ലെറ്റർ ഏത് മാസത്തെയാണോ ഏത് ഇയറിലാണോ കൊടുക്കുക. ഒരു PDF ആഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിൽ മാഗസിൻ ആൻഡ് ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത പേരും ആ PDF ഡോക്യുമെൻറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ICSE, സെയിം പ്രൊസീജിയറാണ്. അത് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ICSE എന്ന് പറഞ്ഞ ആ ഒരു മൊഡ്യൂളിൽ ഹോമിൽ നമുക്ക് ICSE എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ICSE നോട്ടിഫിക്കേഷൻസ് വന്നു. അതിലും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ACTs കൂടിയും അങ്ങനെ എഫക്റ്റ് ആവും.
അടുത്തതാണ് നമ്മുടെ ഗാലറി കാറ്റഗറി. ഞാൻ ഇതിലുള്ളതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഗാലറി കാറ്റഗറി ഈ കാണുന്നത് നമ്മുടെ ഹോം പേജിൽ ആ മെനുവിൽ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഗാലറി അല്ലെങ്കിൽ വീഡിയോ ഗാലറി എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോൾ ഫോട്ടോ ഗാലറിയിലൊന്നും കാണുന്നില്ല നമ്മൾ. ആക്ച്വലി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസൊക്കെ ഏതെങ്കിലും ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഡ്രൈവിൽ നിന്നാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വലിയ ഫോട്ടോസ് ആകുമ്പോൾ നമ്മുടെ സൈറ്റ് ഒത്തിരി ലോഡുള്ള സൈറ്റാണ്, ഒരുപാട് മൊഡ്യൂളുകളുള്ള സൈറ്റാണ്. അതുകൊണ്ട് സ്ലൈറ്റ് കുറച്ച് സ്ലോ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടണിൽ ഇമേജിൻ്റെ ഷെയർ ബട്ടൺ എടുക്കുക, ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുമ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. അപ്പോൾ ആദ്യം അവിടെ ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് എന്നാവും, ജനറൽ ആക്സസ് എന്ന് പറയുമ്പോൾ റെസ്ട്രിക്റ്റഡ് എന്നാവും എഴുതിയിരിക്കുന്നത്. അത് എനിവൺ വിത്ത് ദ ലിങ്ക് എന്നാക്കിയിട്ട് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്താൽ മതി. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ ഈ എന്താ പറയുക ഗാലറിയിലെ ഇമേജ് ഗാലറിയിൽ പോയിട്ട് ഒരു മുകളിൽ നമ്മളൊരു എന്താ പറയുക അതിൻ്റെ ഒരു ഗാലറി കാറ്റഗറി ആഡ് ചെയ്യണം ആദ്യം. ഇതിലത് ആഡ് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഗാലറി കാറ്റഗറി ആഡ് ചെയ്യാം. നമുക്ക് ഗാലറി കാറ്റഗറി ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആനുവൽ ഡേയുടെ ഫോട്ടോസ് ആയിരിക്കും, സ്പോർട്സ് ഡേയുടെ ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആൽബത്തിൻ്റെ നെയിമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ CMI എന്ന് പറഞ്ഞ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇമേജ് ഗാലറി എടുത്തിട്ട് അതിൽ സെലക്ട് കൊടുക്കാൻ മുകളിൽ 5 ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാർമൽ അല്ലെങ്കിൽ CMI എന്ന് ആഡ് ചെയ്തു. ഇനി അതിൻ്റെ താഴെ 5 ലിങ്കുകൾ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിങ്ക് എടുത്തത് എവിടുന്നാന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ആ ഇമേജിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. നമ്മൾ എനിവൺ വിത്ത് എ ലിങ്ക് എന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ആ ഫോട്ടോസ് അവിടെ വരില്ല. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഫോട്ടോസ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു ഇതിൽ എന്താ പറയുക ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 5 ഫയലുകളായിട്ട് 5 കോപ്പീസ് ഇവിടെ നിന്ന് കോപ്പി നമ്മൾ പേസ്റ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ അവിടെ വന്നു. ഇതൊരു ഇമേജാണ്, അതവിടെ വന്നു. ഇങ്ങനെയാണ് ഇമേജ് ഗാലറിയിൽ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. നമുക്കൊന്നുകൂടി ഗാലറി എടുത്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽബത്തിൻ്റെ പേര് അതിൻ്റെ മുകളിലുണ്ട്. ഇത് വലുതാക്കി കാണാൻ പറ്റും. നമുക്ക് ആ ഡ്രസ്സിങ് റൂമിൻ്റെ ഫോട്ടോ നമുക്ക് വലുതാക്കി കാണാൻ പറ്റും. വേറൊരു ഫോട്ടോ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഷെയർ എന്ന് കൊടുക്കുക. അപ്പോൾ അടിയിൽ ജനറൽ ആക്സസിൽ ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് എന്നാവും കാണുന്നത്. മാറ്റിയിട്ട് എനിവൺ വിത്ത് ലിങ്ക് എന്നാക്കുക. എന്നിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുക. വീണ്ടും നമ്മൾ കാർമൽ എന്ന് പറഞ്ഞ നമുക്ക് ഏതാണ് ആൽബം വേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ താഴെ വന്നു 2 ഫോട്ടോ. നമുക്ക് ഫോട്ടോ ഗാലറിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു ആൽബമാണ് അവിടെ കാണുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർമൽ എന്ന് പറഞ്ഞ ആൽബത്തിൽ 2 ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായി കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഗാലറിയിൽ 2 വീഡിയോ കിടപ്പുണ്ട്. അതെങ്ങനെ ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഗാലറിയിൽ പോയിട്ട് ടൈറ്റിലിൽ നമുക്കൊരു നമ്മുടെ തന്നെ ഒരു വീഡിയോ എടുക്കാം. നമുക്കതിൽ യോഗയുടെ വീഡിയോ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ യോഗയുടെ വീഡിയോ വന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ നോക്കി ആ വീഡിയോയുടെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
യൂട്യൂബിൽ മൊത്തം ലിങ്ക് കോപ്പി ചെയ്യണം നമ്മൾ. മൊത്തം ലിങ്ക്, അല്ലാതെ ജസ്റ്റ് അതിന് മുകളിലുള്ള ലിങ്ക് അല്ല കോപ്പി ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ആ കോപ്പി ചെയ്തപ്പോൾ അതോടെ വന്നു. അതിൽ മൊത്തം ലിങ്ക് എന്ന് പറഞ്ഞാൽ HTTPS എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന മൊത്തമായിട്ട് നമുക്ക് കിട്ടണം. നമ്മൾ 2 വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 3 വീഡിയോ ആയി. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത്. അവിടുന്ന് ലിങ്ക് മാത്രം നമ്മൾ എടുത്തിട്ടാൽ മതി. മനസ്സിലായി എന്ന് കരുതുന്നു. അത് കഴിഞ്ഞപ്പോൾ വീഡിയോ ഗാലറി നമ്മൾ കഴിഞ്ഞ് ഇനി കരിയർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കരിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കരിയർ മാസ്റ്റർ നമുക്ക് കാണാം. ഏതൊക്കെ ജോലികളാണ്, ഏതൊക്കെ വേക്കൻസികളാണ് ഉള്ളതെന്ന് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ അക്കൗണ്ടൻറ്റും കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആഡ് ചെയ്യാം. ആഡ് ചെയ്തപ്പോൾ അതുകൂടി വന്നു. അത് നമ്മുടെ ഏതൊക്കെ പോസ്റ്റുകൾ നമുക്ക് ഒഴിവുണ്ടെന്നതിൻ്റെ ടൈറ്റിലാണ്. അത് ഫിസിക്സ് ടീച്ചർ ആഡ് ചെയ്തു. ഇനി വേക്കൻസി നമുക്ക് ഉള്ളത്, നമുക്ക് ആഡ് വേക്കൻസി നമുക്ക് ടീച്ചർക്ക് വേണ്ടി പബ്ലിക്കായിട്ട് മെസ്സേജ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് വേണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ അത് വിട്ടുകളയാം. ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക. സെയിം ഇൻഡസ്ട്രീസ് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ BGT TGT എന്നൊക്കെ എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കൊടുക്കുക, ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ മെനുവിൽ കരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ ജോബ് ലിസ്റ്റിംഗ് ഉണ്ടാവും. അതിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിയാണ് ഉള്ളത്. ഇതിൽ നമുക്ക് അപ്ലൈ ആവുന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അവരുടെ പേര്, ഇമെയിൽ ID, പിന്നെ ബയോഡാറ്റ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ബയോഡാറ്റ അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആളുകൾക്ക് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യമില്ല, നമുക്കൊന്ന് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. എഡിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ ഹെഡ് വന്നില്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന പേരാണ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നുള്ളത് മാറ്റി നമ്മളൊരു ഇംഗ്ലീഷ് ടീച്ചറിനാക്കി. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ജസ്റ്റ് ബയോഡാറ്റ കൊടുക്കുക, പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഒരു PDF അറ്റാച്ച് ചെയ്യാനായിട്ട് പറയാം. PDF ആയിട്ട് അറ്റാച്ച് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അവരോട്. നമ്മുടെ തന്നെ ഞാനൊരു ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കലണ്ടർ അറ്റാച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ എന്തെങ്കിലും. സബ്മിറ്റ് ആയി. ഇനി അത് പോയി. ഇനി നമ്മൾ ആപ്ലിക്കൻ്റ് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അതേ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഒരാൾ വന്നു, നമ്മൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബയോഡാറ്റ നമുക്ക് കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം. ഇത് മനസ്സിലായെന്ന് കരുതട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞു. താങ്ക് യു.